കർത്താവിന്റെ പരിശുദ്ധം നാം ഇനി റോമലേഖന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചില ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നാം ഇൻട്രൊഡക്ഷൻ പഠിച്ചു. റോമാലേഖനത്തിന്റെ ആമുഖം നാം പഠിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതെങ്ങനെയാണ്? സർവ്വലോകവും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പാപം ചെയ്തു, സകല ജനവും പാപം ചെയ്തു, ദൈവതേജസ്സ് ഇല്ലാത്തവരായി മാറി. ഒരു മനുഷ്യനും ഒരു നീതീകരണവും ഇല്ലാത്ത രീതിയിൽ എല്ലാ മനുഷ്യരും പാപത്തിന് വിധേയരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിൽ 4 വിഭാഗങ്ങളെ നമ്മൾ കണ്ടു. ദൈവം 1 അധ്യായത്തിന്റെ 18 വാക്യം മുതൽ 3 അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ 4 ഡിവിഷനെ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്, 4 വിഭാഗത്തെ. അതിൽ ഒന്നാമത്തേത് ജാതീയ ലോകത്തെയാണ്. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചൊന്നും പോകുന്നില്ല. ജാതീയ ലോകം. രണ്ടാമത്തെ ലോകത്ത് ധർമ്മിഷ്ഠന്മാർ, എപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കുന്നവർ, അന്യനെ വിധിക്കുന്നവര്. അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം കാണാൻ കഴിയും. അവരുടെ ഒരു കുറവ് കാണാൻ അവർക്ക് സാധിക്കില്ല. എപ്പോഴും വിമർശകർ, എന്തിനും ഏത് പറക്കുന്ന കാക്കയെ അടക്കം അവർ വിമർശിക്കും. അവര് അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരാണ്. മൂന്നാമത്തെ കൂട്ടർ യഹൂദന്മാരാണ്. അവർക്കൊരു അഹങ്കാരമുണ്ട്, ഞങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം ജനം. യഹൂദനെ പ്രമാണം ലഭിച്ചവർ ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദിനെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന 3 അഹങ്കാരങ്ങൾ അവരുണ്ട്. ഒന്ന് ശബത്ത്, ഒന്ന് ഭോജന നിയമം, അതുപോലെ തന്നെ ഒന്ന് അവർ ന്യായപ്രമാണം. ഇതിൽ വ്യത്യസ്തമാണ്. അപ്പൊ അവരതിൽ അഭിമാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ന്ന ജാതിക്കാരായിട്ട് വയ്ക്കുന്നു. ശബരിയിൽ അവർ കടക്കില്ല, അത്ര അശുദ്ധ. അവര് 10-20 കിലോമീറ്റർ 40 കിലോമീറ്റർ ചുറ്റിപ്പോകുമ്പോൾ ശബരിയെ പക്കത്ത് ചവിട്ടിയ അശുദ്ധമാകുന്ന അവർ ധരിച്ചത്. പിന്നെ അന്ന് കാലഘട്ടത്തിൽ ഒരു പ്രമാണം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഒരു യഹൂദ സ്ത്രീ അല്ലാത്തൊരു സ്ത്രീ അപരവശ യാത്രയിലോ എവിടെയെങ്കിലും പ്രത്യേക സാഹചര്യത്തിലോ പ്രസവിക്കേണ്ടി വന്നാൽ, പ്രസവ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവളെ ഒരു യഹൂദ സ്ത്രീ സഹായിക്കരുത്, അവളെ സഹായിക്കരുത്, അവൾ മരിച്ചു പോക്കോട്ടെ എന്നാണ് അവൾ ധരിച്ചത്. എന്തുകൊണ്ടെന്നറിയാമോ? ആ സ്ത്രീ പ്രസവിക്കുന്നത് ഒരു ജാതീയ കുഞ്ഞിനെയാണ്, അല്ലേ? അവൾ ജാതിയാണ്, അവൾ പ്രസവിക്കുന്നത് കുഞ്ഞും ജാതിയാണ്. ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ തീയാണ്, വിറകാണ് അവര്. അപ്പൊ അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. ആ പ്രമാണിക്കുന്ന, അങ്ങനെ അഹങ്കരിക്കുന്ന യഹൂദനോട് പറഞ്ഞു, നീയും എന്റെ ദൈവത്തിന്റെ ന്യായവിധിയിൽ ഒഴിഞ്ഞിരിക്കുന്നില്ല. 4ാമത് പറയുന്നു, അവസാനത്തെ ഗ്രൂപ്പ് യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ കുറ്റക്കാരാകുന്നു. അപ്പോൾ ആദാമ്യവർഗം മുഴുവനും, യഹൂദന്മാരെ, ധർമ്മിഷ്ഠരാകുന്ന അല്ലെ മറ്റുള്ളവർ വിമർശിക്കുന്നവരെ, ജാതീയ ലോകം, എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് ദൈവകോപത്തിനിരയായി തീരുന്നവരാണ്. ഈ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ റോമലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഓർഡറാണ്. അതിന്റെ ക്രമമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ മോനെ, അതിലെ ഈ ഭാഗങ്ങൾക്ക് 16-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം കാണുക. അവിടെ ദൈവത്തിന്റെ ശക്തി കാണുവാൻ നിങ്ങൾക്ക് കഴിയും. 16-ാം അധ്യായം വിശദീകരിക്കുന്നത് 16-ാം അധ്യായം ദൈവശക്തി, അവിടെ സുവിശേഷത്തെ കുറിച്ച് പറയുന്നു. 17-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ നീതി എന്താണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ ദൈവ കോപത്തെ കുറിച്ചാണ് പറയുന്നത്. 19-ാമത്തെ 16-ാം വാക്യത്തിൽ ദൈവശക്തി അഥവാ സുവിശേഷത്തെ കുറിച്ച് പറയുന്നു. 17-ാം വാക്യത്തിൽ ദൈവനീതിയെ കുറിച്ച് പറയുന്നു. 18-ാം വാക്യത്തിൽ ദൈവ കോപത്തെ കുറിച്ച് പറയുന്നു. 19-ാം വാക്യത്തിൽ ദൈവത്തിന്റെ മഹത്വം അഥവാ തേജസ്സിനെ വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ഈ ഓർഡറിലാണ് ഈ പുസ്തകം പോകുന്നത്. അപ്പൊ ഇനി 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഒരു ജാതീയ ലോകം. അതിന്റെ പൊതുവായ ഒരു വിശദീകരണം 1-ാമത്തെ 18 മുതൽ 32 വരെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. റോമലേഖനം 1-18 മുതൽ 22 വാക്യങ്ങൾ.
ആ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും എടുത്ത് കിട്ടി കഴിഞ്ഞിട്ടില്ല. റോമാലേഖനം നമ്മൾ വന്നാൽ ഉടനെ തന്നെ അത് എടുത്തു വെക്കണമായിരുന്നു. ആ പ്രൈസ്, കാരണം നമ്മൾ ദിവസങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ അതിൽ നിന്നാണല്ലോ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എടുത്തു വിചാരിക്കുന്നു. ഓക്കെ, ആ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പ്ലീസ് ഒന്നും കൂടെ വായിക്കാം. അനീതി കൊണ്ട് ജാതീയ ലോകത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. നമ്മളിതൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്നവരുടെ പ്രത്യേകത അനീതി കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? സത്യത്തെ തടുക്കുന്നു. അനീതി കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? സത്യത്തെ തടുക്കുന്നു. ഇന്ന് പകൽ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ആമേൻ, എന്താ സത്യം? അതിന്റെ വാക്കിൽ 19-ാം വാക്യം വായിച്ചു നോക്കിയേ. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. എന്താണ് സത്യം? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയാണ് ഇവര്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. എന്താ സത്യം? ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് ദൈവം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവജനം മനസ്സിലാക്കണം, ദൈവം ആരെയും അകാരണമായി ന്യായം വിധിക്കുന്നില്ല. അകാരണമായി ദൈവം ആരെയും എന്ത് ചെയ്യുന്നില്ല? ന്യായം വിധിക്കുന്നില്ല. ന്യായമുള്ള സിംഹാസനത്തിന്റെ ദൈവ സിംഹാസനത്തിന്റെ അടിസ്ഥാനം ന്യായം, നീതിയുമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു ദൈവം തന്നെ കുറിച്ച് ഈ മനുഷ്യനെ ഏത് കാലഘട്ടത്തിലും, ഈവൻ നമുക്കടക്കമുള്ള കാലഘട്ടത്തിൽ ദൈവം സകലത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ട് നിരീശ്വരന്മാർ ദൈവമില്ലെന്ന് വാദിക്കുന്നവർ വളരെ അധികമായിരുന്നു. ഇന്ന് ബുദ്ധി വർദ്ധിച്ചപ്പോൾ, ടെക്നോളജി വർദ്ധിച്ചപ്പോൾ, സയൻസ് വർദ്ധിച്ചപ്പോൾ അത് പറയാൻ ഇപ്പൊ കഴിയില്ല. ആ എണ്ണം കുറഞ്ഞു, ആ വംശം അറ്റുപോയി തുടങ്ങി. വളരെ 2-4 ആൾക്കാർ വ്യക്തിപരമായ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇന്ന് ഈ പ്രപഞ്ചത്തെ കാണുന്ന ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗോളങ്ങളുടെയും ഇതെല്ലാം ഭ്രമണത്തെ കാണുന്ന ഒരു മനുഷ്യനെ ഇതിന്റെ പിന്നിൽ ഒരാൾ നിയന്ത്രിക്കാനുണ്ടെന്ന് മനസ്സിലാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലായോ? എന്തിന്? ഞാൻ 2 ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, അത്ഭുതവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ സ്തോത്രം ചെയ്തിട്ടുണ്ട്? എല്ലാ ദിവസവും സ്തോത്രം പറയാനുള്ള അകത്തിന്റെ അടുത്തുണ്ട്. അത്ഭുതവും അതിശയകരമായ രീതിയിൽ നീ എന്നെ അവൻ വളർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു 2 മാസം മുടി വെട്ടാതെ ഇരുന്നാൽ പനി വരും, തലവേദന വിളിച്ചാൽ കുളിച്ച് വൃത്തിക്കായിട്ട് നടക്കുമ്പോ കുഴപ്പം വരും, എല്ലാവരും അസ്വസ്ഥത വരും, ഉറക്കം കിട്ടാത്ത അസ്വസ്ഥത, ഒരു ഇറിറ്റേഷൻ വരില്ല നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ ആ മുടിയൊക്കെ വെട്ടി ശരിയാക്കാൻ നിങ്ങളുടെ പുരുക എപ്പോഴും വളർന്നതായില്ല. ഇതേ ശരീരത്തിൽ തന്നെയല്ലേ, ഇതേ മണ്ണയിൽ തന്നെയല്ല അതിരിക്കുന്നത്. നിങ്ങളുടെ പുരുകം വളരുന്നുണ്ടോ? നമ്മുടെ സൗകര്യന്മാരെ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് പഠിച്ചവർക്ക് ചിലപ്പോൾ വിചാരിക്കുക, പക്ഷെ അതിന്റെ വളർച്ച ദിവസം മക്കള് നമ്മുടെ സൗകര്യന്മാരെ അത് ഇതാക്കാൻ പോവല്ലേ, കേട്ടോ, അത് ഭരിക്കാൻ പിടിക്കാനൊന്നും പോവല്ലേ. കാരണം ഞാൻ ഒരിക്കൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, ഇത് പണ്ട് കാലത്തെ വേശ്യകളുടെ ലക്ഷണം. വേശ്യ സ്ത്രീകൾ തിരിച്ചറിഞ്ഞ്. അപ്പോൾ ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വേശ്യ സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ യഹൂദയ്ക്ക് ഒരിക്കൽ അബദ്ധം പറ്റി. അത് ഗോത്രപിതാവ് യഹൂദയ്ക്ക് ഒരു അബദ്ധം പറ്റി. അവൻ ചില നഷ്ടപരിഹാരം കൊടുത്തയച്ചു. അപ്പൊ പറഞ്ഞു, ഈ സ്ട്രീറ്റിൽ ഇരുന്നിരുന്ന ഒരു വേശ്യസ്ത്രീ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റിയൊന്നു? വേറൊരു പെണ്ണിനെ കണ്ടിട്ട് ഓടിപ്പോയതല്ല യഹൂദ. അവർക്ക് ലക്ഷണങ്ങളുണ്ട്. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവൻ പുതപ്പ് വിട്ട് ഇറങ്ങി പുറപ്പെട്ടു പറഞ്ഞു. പുതപ്പ്, ചിലർക്ക് പുതപ്പ്, പ്രവാചകന്റെ പുതപ്പ് വേറെയാണ്, കുഷ്ഠരോഗിയുടെ പുതപ്പ് വേറെ, അവന്റെ കറുപ്പാണ്. മനസ്സിലായും? ഒരു സാധാരണക്കാരന്റെ ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിന്റെ പാരമ്പര്യമുണ്ട്. വേഷവിധാനം, ആകാര സൗപൃശ്യം ഒക്കെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് പണ്ട് കാലത്ത് ഇത് ധരിച്ചിരുന്നവര്, ഇത് ചെയ്തിരുന്നവരെ അവർ എന്തിനാണ്? മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ, അവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ, തനിക്ക് ബിസിനസ് ഉണ്ടാകുവാൻ. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നു? അപ്പൊ ഇനി ഞാൻ വിഷയത്തിലേക്ക് വേഗം വരിക. നമ്മുടെ ഉള്ളത് പറഞ്ഞാൽ സമയങ്ങൾ വേഗം പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല, കാരണം പ്രൈസ് ദി ലോർഡ് വേണ്ടെന്ന് എന്റെ ഉള്ളം പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ജാതീയ ലോകം സകല നികൃഷ്ട ബുദ്ധികൾ കൊണ്ട് ജീവിക്കുന്നു. ദൈവത്തെ അവർ മാനിക്കുന്നില്ല. അപ്പോൾ
ഈ പ്രപഞ്ചത്തിൽ നോക്കുക, ഈ ശരീരത്തെ കണ്ടാൽ നമുക്കറിയാം ദൈവമക്കളെ, ക്രൈസ്തവരോട് നമ്മളൊരു പിണ്ടാകാരമായിരുന്നു. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. ക്രൈസ്തവരോ, ചുരുങ്ങിയ പക്ഷം ഒരു ഭ്രൂണ അതിനെ ക്രമീകരിക്കാൻ, അതാണോ പെട്ടെന്ന് തിരിച്ചറിയാൻ ഏറ്റവും ചുരുങ്ങിയ എത്ര മാസമെങ്കിലും വേണം? 3 മാസം കഴിഞ്ഞാല് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ആണോ പെട്ടെന്ന് തിരിച്ചറിയുന്നു. പക്ഷെ മനസ്സിലാക്കുക, എന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. കാണുക മാത്രമല്ല, നീ എനിക്ക് ഓമന പേരിട്ടു. മെഡിക്കൽ സയൻസിന് പോലെ ഞാൻ ആണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവം എനിക്ക് പേരിട്ടുകൊണ്ട് വിളിച്ച്, അത് വെറും പേരല്ല, ഓമന പേരിട്ട് വിളിച്ച്. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മുടെ ഹാർട്ട് ഇടിച്ചതെന്ന പലർക്കും കണക്കിട്ടു. നമ്മുടെ ഹാർട്ടിന്റെ മിടിപ്പുകൾ ഈ കോശത്തിനകത്ത്, ഈ അണ്ടത്തിനകത്ത് നമ്മുടെ ഹൃദയ ബീറ്റുകൾ, ഹാർട്ട് ബീറ്റുകൾ ആരംഭിച്ചത് ആരാ? പ്രൈസ് ലോർഡ്. ഇപ്പൊ ഉണ്ണിമോനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, ചിലപ്പോൾ അറ്റാക്കൊക്കെ വന്ന ആൾക്കാരത് സ്റ്റക്കായിട്ട് നിൽക്കും, ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ കുറെ എന്ത് ചെയ്യും, അവർക്ക് കുറെ ഇതൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞു കൊടുക്കും. അതും കഴിഞ്ഞ് ഫൈനൽ ഇയാളെ രക്ഷപ്പെടുത്താൻ ഈ വക കാര്യങ്ങൾക്കൊന്നും സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കൊടുക്കും, ഷോക്ക് കൊടുക്കും. ആ ഷോക്കിന്റെ നെറ്റിൽ ഒരു പക്ഷേ ബ്ലോക്കുകളിലെ ആ പവറിൽ ഇത് പക്ഷെ മാറിയേക്കാം. നമുക്ക് അമ്മയുടെ വയറിൽ കെടുക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ കെടുക്കുന്ന എനിക്ക് ആ ഏത് ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെയാ നിന്റെ ഹല്ലേലൂയ ആമേൻ ഹൃദയം പിടിച്ചു തുടങ്ങിയത്? എങ്ങനെയാണ് നമ്മുടെ അസ്ഥികൾ വളരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു 20, 21, മാക്സിമം 25 വയസ്സ് കഴിഞ്ഞാൽ ഇനി വളരണമെന്ന് തീരുമാനിച്ചത് ആരാ? നമ്മുടെ അസ്ഥികൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കണ്ണുകളെ ചിമ്മിക്കുന്നത് ആരാ? ഒരു ചെറിയ പൊടി പോയാൽ കഴുകിക്കളയാൻ കണ്ണുനീരിനെ കണ്ണിൽ ഉത്ഭവിപ്പിക്കുന്നവർ ആരാ? ദാവീദിനോട് ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാവോ? ഈ അത്ഭുതം അതിശയകരമായി എന്നെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തെ നോക്കുക, ഈ ചുറ്റുപാടുകളെ നോക്കുക, ഇതിന്റെ ഓർഡറുകളെന്ന് നോക്കുക. ദൈവത്തെ ഇല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? തന്നെ കുറിച്ച് അവൻ ലോകത്ത് വെളിപ്പെടുത്തി തന്നു. ആ വാക്ക് എങ്ങനെയല്ല പറയുന്നത്? ഒന്ന് വായിച്ച് 19. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിപ്പാക്കി കൊടുത്തു. പക്ഷേ അനീതി ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ അനീതിക്ക് മറപിടിക്കാൻ, തങ്ങളുടെ ദുഷ്ടതയ്ക്ക് മറപിടിക്കാൻ, അന്യായം ചെയ്യാൻ, ദ്രോഹിക്കാൻ ആമേൻ പ്രേക്ഷിതർ എന്ത് ചെയ്യുന്നു? അവർ ഈ സത്യത്തെ തടുക്കുന്നു. എങ്ങനെ? അനീതി കൊണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനീതി കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? സത്യത്തെ തടുക്കുന്നവരാണ്. അവരാരാണ്? അവരുടെ അഭക്തി. അഭക്തി എന്നുള്ള ഭക്തി ദൈവത്തോടുള്ള ബന്ധത്തില അല്ലേ? അപ്പൊ ദൈവത്തോട് അഭക്തനായിരിക്കുന്നവൻ നാച്ചുറലി മനുഷ്യനീതി വഴിയുണ്ടാവും. കാരണം കുറ്റം വിധിക്കുന്ന ആളില്ലല്ലോ. എന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു ഫ്രീഡം കിട്ടാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ അകത്ത് പാപമുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴാണ്. നമ്മെ ദൈവം കാണുന്നു എന്നുള്ള ബോധം. ദൈവം ഇല്ലെന്ന് ഞാൻ ചിന്തിച്ചാലോ എനിക്ക് നിങ്ങളോട് ഞാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? നിങ്ങളോട് ദോഷം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഭയം ഉണ്ടാവുമോ നമുക്ക്? ഇല്ല. കാരണം എന്നെ വിധിക്കുന്ന ആരാ? ഞാൻ തന്നെ. ഞാൻ ചെയ്യുന്നതാ ശരി. ഈ ചിന്തിക്കുന്നവൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് അവരുടെ ഭക്തികൾ അമ്മേൻ അതും എന്ത് ചെയ്യുന്നു? ആ ഭക്തി അനീതി അവിടെ കാണുന്നു. അഭക്തിക്കും അനീതിക്കും നേരെ. ഇവരുടെ അനീതി എന്താണ്? ഈ മനുഷ്യരുടെ അനീതി എന്താണ്? വായിച്ചോ, തുടങ്ങുന്നു. ദൈവത്തെ വെളിപ്പെടുന്നു. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ബുദ്ധിക്ക് തെളിവായി വരുന്നു. ഇനി അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, നോക്കാം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അറിയാതെയല്ല, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും എന്ത് ചെയ്തു? അവനെ, അത് നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, ഇവരെയൊക്കെ പഠിപ്പിക്കേണ്ടതാണ്.
ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനെ എന്ത് ചെയ്തില്ല? ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. ഇന്ന് ഞാൻ പകൽ ഒന്ന് ഇടയ്ക്ക് നിർത്തി ഞാനൊന്ന് ചോദിക്കുക, ദൈവം എനിക്കാരാ? ദൈവം എനിക്കാരാ? ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞാണോ നമ്മൾ സേവിക്കുന്നത്? ഒരു ന്യായവിധി വരുന്നുണ്ട് പിന്നാലെ, കേട്ടോ. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മാനിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, മഹത്വീകരിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ മനസ്സിൽ? ഇതിന്റെ പഠനത്തില് ഞാൻ പറഞ്ഞല്ലോ, നോട്ട്സിലതില്ല, ഇത് ദൈവാത്മാവിന്റെ പ്രചോദന പ്രകാരം വരുന്ന. എങ്ങനെയാണ് ഈ ഇതിന് കേടുവരുന്നത്? നമ്മുടെ മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കാതെയാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ? ഈ അവസരത്തിലുണ്ട്, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെയാൽ ഞാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ശപിക്കും. ജന്മം കൊടുത്ത കൈകൾ തന്നെ ഉദകക്രിയ ചെയ്യും. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ദൈവത്തോട് തമാശ കളിക്കരുത്. 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൽപ്പനയുണ്ട്. നിന്റെ യഹോവയുടെ നാമം നീ വൃഥാ എടുക്കരുത്. ദൈവത്തിന്റെ നാമം കൊണ്ട് തമാശ കളിക്കല്ലേ. ദൈവത്തിന്റെ ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ എന്തെങ്കിലും അമ്മച്ചുമാരുണ്ട്. ഒരു ദിവസം ഒരാളെന്നെ കാണാൻ വന്നു. ആൾ വന്നപ്പോൾ അവരിങ്ങോട്ട് കടത്തിയില്ല. അവരൊരാൾ പറഞ്ഞു, പാസ്റ്റർ അവിടെ ഇല്ല, പാസ്റ്റർ പുറത്തു പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വരിക. ഞാൻ വരുമ്പോൾ അവര് കണ്ടു, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഡ്രസ്സ് മാറി അങ്ങോട്ടേക്ക് പോവുക, പുറത്തേക്ക് പോകാൻ. അപ്പൊ അവര് ചോദിച്ചു, പാസ്റ്റർ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു? ഉവ്വ്. ഞാൻ പറഞ്ഞു, എന്തേ? അയ്യോ, പാസ്റ്റർ ആളെ കാണാൻ വന്നു. പാസ്റ്റർ അല്ലേലിയോ അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇടന്നു എന്ന് പറഞ്ഞാൽ അവര് എന്നോട് പറഞ്ഞെന്നറിയോ, പോകുമ്പോഴും വരുമ്പോഴും അല്ലേലിയോ പറയണമെന്ന്. ഇത് കോളിംഗ് അടിക്കണ പോലെ. ഇതൊന്നും അല്ലട്ടോ ദൈവം. ഇതൊന്നും ദൈവത്തോട് അവഗണിക്കരുത്, ദൈവശക്തിയെ അവഗണിക്കരുത്. ദൈവത്തെ ദൈവം എന്നറിഞ്ഞു തന്നെ ആരാധിച്ചോളണം. ഇന്ന് പകൽ ദൈവ കോപം അനേക കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വെളിപ്പെടുന്നതിന്റെ കാരണം ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് അവർ മഹത്വപ്പെടുത്തുന്നില്ല. അവരുടെ ധാരണയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമാണ് ദൈവം. ആവശ്യമുള്ളത് എടുക്കാൻ, പ്രാർത്ഥിക്കുമ്പോൾ തരാൻ, രോഗങ്ങളെ മാറ്റാൻ, പരീക്ഷകളിൽ പാസ്സാകാൻ, നല്ല ജോലി കിട്ടാൻ, ആവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലാത്ത അപ്പുറത്തേക്ക് നിന്റെ ദൈവം നിന്റെ ഉള്ളിൽ വളർന്നിട്ടുണ്ടോ? ദൈവത്തെ ദൈവം എന്നറിഞ്ഞുകൊണ്ട് വേണം ഇന്ന് വരെ ദൈവത്തെ നീ മഹത്വപ്പെടുത്തുവാൻ. ദൈവത്തെ കുറിച്ചാണ് പണ്ട് ഒരു വീട്ടിൽ, ഒരു ദൈവവൈദ്യന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. ഒരു സമുദായസ്ഥനായ അവരുടെ അടുത്ത ബന്ധു വന്നു. ആ വ്യക്തികളുടെ കുടുംബത്തെ സഭയിൽ അവർ ലോകസഭയിൽ കമ്മീഷൻ നടക്കുകയാണ്. ആ കമ്മീഷൻ നടക്കുന്ന സമയത്ത് ഈ സഹോദരനോട് പറഞ്ഞു, ഏതായാലും ഇപ്പൊ വന്ന് വൈകില്ല വന്ന് ഞങ്ങൾ കമ്മീഷന് പോകുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കമ്മീഷൻ വേണം. നമ്മളാണെങ്കിൽ അന്നത്തെ കമ്മീഷൻ ക്യാൻസൽ ചെയ്യും. നമ്മുടെ പലരും എന്ത് ചെയ്യും? ഒരു ബന്ധു വന്നാൽ, ഒരു ഗസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും? അവര് വന്നു എന്തെന്ന് കാണാൻ, അതെ അവരെ ഒരാൾ വന്നു. ഇവരങ്ങനെയുള്ളവരല്ല, ഇവർക്ക് ദൈവമല്ല. അവര് പറഞ്ഞു, നീ ഈ സമയത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? കമ്മീഷൻ വരണം. അതേ പറഞ്ഞു, ഞാനൊന്നുമില്ല നിങ്ങളുടെ കമ്മീഷൻ. അവരെ കാര്യം, നിങ്ങൾ പോയിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുക, നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ നീ പോയിട്ട് വരാം. അവര് പോയി. ഞാൻ പലരോടും ചോദിക്കട്ടെ, നിങ്ങളുടെ ആരാധന നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അതോ നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളും നിങ്ങളുടെ ബന്ധുക്കളും ശാസ്ത്രക്കാരും നിങ്ങളുടെ സഭയോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ? നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ പറയാണ്, ഇന്നലെ ഹർത്താലാണ്, വാഹനം ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ സഭയോഗത്തിന് എത്ര പേര് കാണും? നടക്കമയത്തെ കുറിച്ചാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട. എത്ര പേര് വരും? ഞാൻ ഒരിക്കലും ഒരു ഹർത്താലിന് ഇവിടെ നിൽക്കുക. ഒരു ഞായറാഴ്ച നമുക്കന്ന് 10 മണിക്കാ സഭയോഗം. ഞാൻ നോക്കുമ്പോ ഒരു സഹോദരനും സഹോദരിയും നടന്നു വരിക. എവിടെ വരുന്നറിയോ? കിഴക്കമങ്ങാടുന്നു എലുമപ്പെട്ടി കഴിഞ്ഞ് അടുത്ത ഷോപ്പിന്ന് നടന്നു വരിക. ബസ്സില്ല, പക്ഷെ അവർക്ക് യോഗത്തിന് കർത്താവിനെ ആരാധിക്കണം, ദൈവമക്കളോട് കൂടി ആരാധിക്കണം,
ദൈവത്തെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കിട്ടും. ഇവിടെ ഒരു ബന്ധു വന്ന് നമുക്ക് സഭയോഗം എന്താ, പിന്നെ ദൈവമക്കളോട് കൂട്ടായ്മയുണ്ട്. നമ്മൾ തടയുന്ന ഒരുപാടില്ലേ. നമ്മൾ വാസ്തവത്തിൽ അക്ഷരീകമായി നമ്മുടെ ദൈവത്തോട് ഭക്തി നമ്മുടെ ജീവിതത്തിൽ മക്കളെ വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പൊ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് അവരെന്തില്ല, മഹത്വപ്പെടുത്തിയില്ല. ഇന്ന് അനവധി പെന്തക്കോസ്ത് സമൂഹം ഏറ്റവും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടിയതിന്റെ കാരണം അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് സേവിക്കുന്നവരല്ല, പ്രാർത്ഥിക്കുമെന്നൊരു ഉപകരണമായിട്ടാ. അല്ലതിനപ്പുറത്തേക്ക് യേശു വളർന്നിട്ടുണ്ടോ നമ്മുടെ ഉള്ളില്? ഞാൻ പറഞ്ഞ റോമാലേഖനം എന്നിലും നിങ്ങളിലും മാറ്റം വരുത്തണം. നമ്മുടെ വീക്ഷണങ്ങളില്, നമ്മുടെ നിലപാടുകളില്, നമ്മുടെ കാഴ്ചപ്പാടുകൾ വേണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദൈവമെന്ന് ഓർത്ത് അവനെന്തില്ല, മഹത്വപ്പെടുത്തിയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ ആകെ പുരോഹിതന്മാരെ, ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുക്കാകിയാൽ നിങ്ങളെ ഞാൻ മുൻകാലങ്ങളിൽ അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ ദൈവമായി എന്നെ കാണാൻ കഴിയാത്തത് കൊണ്ട്, എന്നെ മഹത്വപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതെന്നെ തൊടും. നിങ്ങളുടെ അനുഗ്രഹത്തെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു വിചാരിക്കാൻ വാക്യം മാറ്റി പുസ്തകം 2-ാം അധ്യായത്തെ വാക്യം കിട്ടിയോ? അതല്ലേ മലാക്കിയിലാണല്ലേ? ഓക്കെ, സോറി, എത്ര 2 മലാക്കി 2:1 വായിച്ചു നോക്കി. ഒരു മിനിറ്റ് എല്ലാവരും നിർത്തോട്ടെ. ഞാൻ അത് വെറുതെ ഓർമ്മയെന്നോ അല്ലെങ്കിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ നിങ്ങളെ പേടിപ്പെടുത്താനോ ഒന്നും എടുക്കണമെന്നല്ല. മലാക്കി 2:1 എല്ലാവരും എടുത്തോട്ടെ. ഞാൻ പറയാം, എല്ലാവർക്കും മലാക്കി പുസ്തകം എവിടെ കിടക്കണമെന്ന് അറിയില്ല. അവർ മലാക്കി അവരായിട്ട് മലക്കിച്ചുകൊണ്ടിരിക്കുക, വിറ്റ് മറിപ്പിച്ചുകൊണ്ടിരിക്കുക. മത്തായിയുടെ മുമ്പ് അവസാനത്തെ പഴയ നിയമ പുസ്തകം. ഓക്കെ, വായിച്ചു. ഇപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു, നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുപ്പന്തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാൻ. ഒരു മിനിറ്റ് കൂടി അവിടെ നിർത്ത്. 2 കാര്യങ്ങളെ പറയുന്നുണ്ട് ഇല്ലേ പുരോഹിതന്മാരുടെ. അപ്പൊ നമുക്കിത് പറയാം, അത് നമ്മളോടല്ലല്ലോ, അവരുടെ പുരോഹിതന്മാരെ. നിങ്ങളാരാ? ഞാനും നിങ്ങളും ആരാ? വെറും പുരോഹിതരല്ല കേട്ടോ, രാജകീയ പുരോഹിത വംശമാണ് ഞാനും നീയും. അപ്പൊ ഈ ദൂത് നമ്മോട് തന്നെയാണ്. ഇവരുടെ 2 കാര്യങ്ങൾ മുന്നറിയിപ്പ് തരുന്നു. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ട്. ആമേൻ. ഇതുകൂടെ വിടല്ലെന്ന് അർത്ഥം. ഇതുകൂടെ പോകല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന കുഴപ്പം 2 ദൈവ തമ്പരം തന്നൊരു അനുഗ്രഹമായി കണ്ടിരിക്കുക നമ്മളിപ്പോ ഇല്ലേ? 2 ദൈവം നമുക്ക് തന്നിരിക്കുക അനുഗ്രഹം. എന്തിനാണ്? ഒരുകൂടെ കേൾക്കാനും ഒരുകൂടെ പെടാനും. ഇങ്ങോട്ട് നോക്കിയൊന്നും പോയില്ല, നേരെ ഡയറക്റ്റ് കണക്ഷനാണ്. ദൈവം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? കേട്ടനുസരിക്കുക, അവന്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുക. ആമേൻ. അതിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തുക. ഒരിക്കൽ ഒരു ദൈവദാസനോട് പറഞ്ഞു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ മനുഷ്യൻ നീയാണ്. നീ വധശിക്ഷയ്ക്ക് വിധിച്ച കൊന്നുകളയണമെന്ന് നിയമത്തിന്റെ താളിയോലകൾ അവൻ നിയമങ്ങളെ വ്യാഖ്യാനിച്ച തലനീര് നാരിയുടെ കീഴി നീ വിധിച്ചല്ലോ. ഒരു മനുഷ്യൻ, അവൻ കുറ്റക്കാരനാണ്, അവനെ വധിക്കണമെന്ന് പറഞ്ഞല്ലോ. ദാവീദേ, you are the person. നീയാണ് മനുഷ്യൻ. ദാവീദ് വാളെടുത്തില്ല, ദാവീദ് വേറെ അവനെ പുറത്താക്കിച്ചില്ല. പകരം ദാവീദ് ദൈവസന്നിധിയിൽ താണു. എന്നിട്ട് അടുത്ത 51-ാം സങ്കീർത്തനം എഴുതി. അതിന്റെ അപ്പുറത്ത് അവൻ ഇങ്ങനെ എഴുതി, ലംഘനം മറച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാൽ ഒരു സത്യം അതിന്റെ അടുത്ത് കിടപ്പുണ്ട്. ദൈവം ദാവീദിന്റെ പാപത്തെ ക്ഷമിച്ചു. പക്ഷേ എന്താണ് ക്ഷമിച്ചു എന്ന് പറയുന്നത്? തന്റെ നിത്യതയ്ക്കുള്ള തടസ്സങ്ങളെ മാറ്റി. പക്ഷെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചെന്ന കാര്യം മറക്കല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലായോ? അവന്റെ നിത്യതയുടെ തടസ്സം ദൈവം മാറ്റി. അവൻ ഏറ്റുപറഞ്ഞ് നിരസ്യാമേ ദൈവത്തോടെ പാപം അവൻ ക്ഷമ ചോദിച്ചപ്പോൾ അവന് നിത്യതയുടെ, അഥവാ ഇനി മരിച്ചാൽ അവിടേക്ക് എത്താതിരിക്കില്ല.
ദൈവം തടസ്സം മാറ്റി. പക്ഷേ പാപത്തിന്റെ വിത്തിനെ ദൈവം കൊന്നു. ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് രക്ഷപ്പെട്ടില്ല. കഠിന ഉപവാസം നടത്തി രക്ഷപ്പെട്ടില്ല. ദൈവം പാപത്തെ തൊട്ടു, ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദാവീദിന്റെ പാപം അവന്റെ ഗ്രഹത്തെ എത്ര തലമുറ പിന്നീട് അവർ തുടർന്ന് പിടിച്ചു. ദൈവമക്കളെ മനസ്സിലാക്കുക, ദൈവത്തെ തമാശയായിട്ട് കാണല്ലേ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് തന്നു, ശരിയാ. പക്ഷെ ദൈവം ആരാ? ദൈവം ആരാ? അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങൾ കേട്ടനുസരിക്കുകയോ എന്റെ നാമത്തിന് മഹത്വം കൊടുക്കുകയോ. എന്ത് ചെയ്യണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ? ഇന്ന് നമ്മുടെ വിശുദ്ധ സഭയോഗമാണ്. ഉള്ളു തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ എത്ര പേർക്ക് സാധിക്കും? നിങ്ങൾക്കൊരു ലജ്ജിക്കപ്പെടുവാൻ ഇടയാക്കിയോ? നാണകെട്ടവരാകണം, മോശന്മാരാകണം ആരാധിക്കാൻ, ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പിടിച്ചിരിക്കും. അവിടെ ഇരിക്കുള്ളൂ നമ്മൾ. ദൈവത്തിന് മഹത്വം കരയറ്റണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നമ്മൾ കർത്താവിനെ സ്തുതിച്ചില്ല ലജ്ജപ്പെടാതെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാൽവരി കുരിശിന്റെ മീതെ സകലങ്ങളാലും ആക്ഷേപിക്കപ്പെട്ടു, കല്ലുവാരി എറിഞ്ഞ് മുഖത്തേക്ക് തുപ്പി, അവന്റെ മുഖത്തെ താടിമിശകൾ പിടിച്ച് വലിച്ചെറിഞ്ഞ്. എന്തിനും അവന്റെ സ്വാതന്ത്ര്യമായിരുന്നു. ഒരു പരസ്യ കോലമായി വഴിയെ പോകുന്നവരെല്ലാം കളിയാക്കത്തക്ക വിധത്തിൽ പരസ്യമായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കുന്ന കർത്താവിനെ ഒരു കരം ഉയർത്തി സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക? എങ്ങനെയാ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത്? ഇതിന് എത്രയും പറഞ്ഞിട്ട് ഒരു കയ്യാ പൊന്തിയുള്ളൂ. ഇതിനകത്ത് എനിക്ക് വേണ്ടി കാൽവരി ഇതുപോലെ തൂങ്ങി മരിച്ച കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ പൊന്താത്ത കയ്യ ഒരെണ്ണപ്പെടുക. ഇതിന്റെ അകത്ത് എല്ലാം എങ്ങനെ നമ്മുടെ ആരാധന ദൈവസാന്നിധ്യം വെളിപ്പെടും? നിങ്ങളെ വ്യസനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന്, പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവസഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ പേര് മാറ്റിയേ പറ്റുള്ളതാണ്. ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ പാട്ട് പാടുന്നത് നന്ദിയാൽ എന്റെ ഉള്ളം തൊടുന്നേ. ആർക്ക് നന്ദി, ആർക്ക് മഹത്വം, എവിടെ വെളിപ്പെടുന്നതിനകത്ത് ദൈവശക്തി. കുരിശിൽ കിടക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉയരാത്ത കൈകൾ എങ്ങനെ ദൈവത്തിന്റെ നാമം അറിയിക്കും? അങ്ങനെയുള്ളവർക്കാണ് റോമലേഖനം പറഞ്ഞത്, ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. രോഗം വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ ഉപവാസം നടത്തിയപ്പോൾ മഹത്വപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വന്നതിന് വിടിവിക്കും. അതുകൊണ്ടാണ് ഫിലിപ്പിന്റെ കാരാഗൃഹത്തിൽ ദൈവം ഇറങ്ങി വന്നത്, പത്രോസിന്റെ ഭാഗ്യത്തിൽ വന്നത്, സിംഹക്കുഴിയിൽ അത് വന്നത്, അഗ്നിയിൽ അത് വന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നതാണ് ചൊവ്വന്റെ ദൈവസമർശം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കുഞ്ഞു കുഞ്ഞത്തിൽ മുതിർന്നവർ പറയാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ തോൽവി, നമ്മുടെ വിടുതലിൽ തടസ്സം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം, നമ്മുടെ ആരാധനയ്ക്ക് തടസ്സം എന്താണ്? കുരിശിൽ കിടക്കുന്ന കർത്താവിനെ പോലും അത് കേട്ടാൽ കർത്താവേ പ്രൈസ് ദി ലോർഡ് ഒന്ന് സ്തോത്രം പറയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, എന്ത് കേട്ടാൽ നമ്മളിപ്പോ സ്തോത്രം ചെയ്യും. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, കൈ പൊന്തും. കർത്താവ് എനിക്കൊരു 10 ലക്ഷം തന്നു, കൈ പൊന്തും. ദൈവന്റെ പാപത്തെ ക്ഷമിച്ചു, കർത്താവിനെ ഞാൻ വിധി മാറ്റി, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇത് സ്തുതിക്കുമ്പോഴല്ലേ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. മറ്റുള്ള നന്മകൾ, ദൈവം എന്റെ രോഗം മാറ്റി, ശരിയാ. പക്ഷെ നമ്മൾ ഇനി മരിക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് സമൃദ്ധി തന്നു, ശരി. എത്ര തിന്നു? നിന്റെ വീട്ടിൽ ഒരു ചാക്ക് അരിയുണ്ട്, എത്ര വിൽക്കും നമ്മൾ? അതൊന്നെങ്കിലും നിലനിൽപ്പുണ്ടോ ദൈവമക്കളെ? നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ച എന്തെങ്കിലും നന്മയ്ക്ക് നിലനിൽപ്പുണ്ടോ? പക്ഷേ ഈ പാപക്ഷമ അത് അങ്ങോട്ടേക്ക് എത്തിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ അല്ലേ ഇന്നലെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരോടൊക്കെ ചോദിച്ചു, നിങ്ങളോട് വർഷം ചോദിച്ചു, നിത്യജീവൻ എന്ന് പറഞ്ഞത് എന്താ? നമ്മളതിനാണല്ലോ കാത്തിരിക്കുന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, നിത്യ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് എല്ലാവരും കൂടെ ചോദിക്കുക, സമയങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താ?
ഓക്കെ, ഇനി മരണം എന്ന് പറഞ്ഞാൽ എന്താ? ചാവമ്പടിയുള്ളവർ പറയണ്ട, ഈ അത് പറഞ്ഞിട്ട് മരിച്ചു പോകണ്ടേ. എൻ്റെ സുഹൃത്തുണ്ട് ഈ സമയമാരതും പാട്ട് എന്തൊക്കെ എൻ്റെ ഫോണിൽ ആലപ്പുഴയോട് റിംഗ് ടോൺ അതായിരുന്നു സമയ. അത് ഞാൻ മാറ്റി ഒരിക്കലും ഒരു രോഗി അത്യാസരായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ആരെ വിളിച്ചെന്നെ. അപ്പൊ ഇത് പാടി സമയം മാറ്റത്. അപ്പൊ ഞാൻ ഓഫീസല്ല, പിന്നെ ഞാൻ പാട്ട് വെച്ചിട്ടില്ല. കാരണം ഞാൻ ചെന്നിക്കടുത്ത് കേട്ടത് അത് മതി അവരെ കാറ്റ് പോകാൻ. മരണം എന്ത്? ഞാൻ മരണം പോകല്ല, വേർപാട്. ഞാൻ സമയം വേർപാട് അല്ലേ? ഈ ശരീരത്തിൽ നിന്ന് ജഡം മരിക്കുകയല്ല കേട്ടോ. ഈ ജഡത്തിൽ നിന്ന് നമ്മുടെ പ്രാണനും ആത്മാവും വേർപെടുന്ന അവസ്ഥയുടെ പേരാണ് നമ്മൾ ശരീരത്തെ വിട്ട് നമ്മുടെ പ്രാണൻ ആത്മാവ് എന്നേക്കുമായി നമ്മൾ വേർപെടുന്നതാണ് മരണം. ഒപ്പം തന്നെ നമ്മുടെ ബന്ധുക്കൾ ചാച്ചക്കാരി മിത്രങ്ങളെല്ലാം വിട്ടുമാറുന്നതും ആണ് മരണം. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ വേർപാടാണ്. ഈ ലോകത്തിൽ നമുക്ക് ആശ്വാസമല്ല, സന്തോഷമല്ല. ഈ ജഗത്തിൽ നമുക്ക് പീഡനങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുമാറുകയാണ്, എന്നേക്കുമായി മാറുകയാണ്. ഈ ഗ്രീക്കിൽ നിന്ന് ഇത് എക്സോഡസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. എക്സോഡസ് ആ പദമാണ് പുറപ്പാട് പുസ്തകത്തിൽ വേദിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? എക്സോഡസ്. എന്താണ് പുറപ്പെടുന്നത്? മിശ്രയീമിന്റെ ദാസ്യത്തിൽ നിന്ന് ഏറിയ വർഷങ്ങളായി തലമുറകളായി പിതാക്കന്മാർ അനുഭവിച്ച പീഡ കഷ്ട ദുഃഖങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് അവർ അവിടെ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കുള്ള വേർപെട്ട യാത്രയാണ്. ചെങ്കടലിലൂടെ അവർ എന്നേക്കുമായി ഫറവോനുമായി ബന്ധപ്പെടുത്തി അവർ മുന്നോട്ട് പോകുന്ന യാത്രയാണ് എക്സോഡസ്, വേർപാട്. അപ്പൊ മരണം വേർപാടെങ്കിൽ നിത്യമരണം എന്താ? മരണം വേർപാടാണ് എങ്കിൽ നിത്യമരണം എന്താ? വേഗം ഉത്തരം പറഞ്ഞേ. ഒറ്റ വാക്കല്, രണ്ട് വാക്കലായിട്ട് ചേർന്നുള്ള അക്ഷരം. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. നിത്യമരണം എന്ന് പറഞ്ഞാലോ നിത്യമായ വേർപാട്. ആരിൽ നിന്ന് വേർപ്പെടുന്നു? ആരിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ആരിൽ നിന്ന് വേർപ്പെടുന്നു? ദൈവത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്. ദൈവത്തിൽ നിന്ന് നിത്യമരണം, ശരീരത്തിൽ നിന്ന് നിത്യമരണം. ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവ് ലഭിക്കാത്ത രീതിയിൽ ദൈവത്തിൽ നിന്നും ദൈവ കൂട്ടായ്മയിൽ നിന്നും എന്നേക്കും മനുഷ്യൻ വേർപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് നിത്യമരണം. ബൈബിൾ ഭാഷയിൽ, വെളിപ്പാടിന്റെ ഭാഷയിൽ രണ്ടാം മരണം. അങ്ങനെയെങ്കിൽ നിത്യജീവൻ എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇനി മരണമില്ലാതെ നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കലാണ്. അല്ല, ഹല്ലേലൂയ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഏറിയ കാലം ജീവിക്കലല്ല, പകരം ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ മക്കളെ? അവൻ യേശുക്രിസ്തുവിനോടും അവന്റെ കൂട്ടായ്മയോടും അവന്റെ വിശുദ്ധന്മാരോടും കൂടെ കാലാകാലങ്ങൾ ആ കൂട്ടായ്മ ബന്ധത്തിൽ മരണം വേർപാടാണെങ്കിൽ അവൻ ജീവൻ ഒന്നായി ചേരുകയാണ്. യേശുവിനോടുകൂടെ ഒന്നായി ചേരുക, അതാണ് നിത്യജീവൻ. നമ്മൾ പല വിശ്വാസങ്ങൾ പൊളിച്ചെടുത്ത് നടത്തേണ്ടി വരും. റോമലേഖനം പഠിക്കുമ്പോൾ കിട്ടുക നമ്മളെ ധാരണ ഇനി മരിക്കാണ്ട് ഒരുപാട് കാലം ജീവിക്കാം. എന്തൊരു സുഖം അല്ലേ? യേശുക്രിസ്തുമായ കൂട്ടായ്മയിൽ എഫേസ്യ ലേഖനം 1 പറയുന്നു, അവൻ പിന്നെയും പണ്ടായിരുന്നത് പോലെ സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ ഇതെല്ലാം ഒന്നായി ചേർന്ന് കർത്താവിൽ ജീവിച്ചവരും ഇതെല്ലാം ഒന്നായി യേശു ക്രിസ്തുവിൽ പണ്ടായിരുന്നത് പോലെ ഒന്നായി ചേരുന്ന നിത്യമായ കൂട്ടായ്മ ബന്ധത്തിൽ, ആ യേശുവിനോടുള്ള ബന്ധത്തിലാണ്. അതാണ് നിത്യജീവൻ. അതാണ് നിത്യജീവൻ എങ്കിൽ ഈ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ദൈവമക്കളെ? നിങ്ങൾ ആരെങ്കിലും അവിടെ എത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഈ കാണുന്നതും ചെയ്യുന്നതൊന്നും അല്ല ആത്മീയ ജീവിതം. കേട്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നതല്ല നിങ്ങളുടെ ശ്രേഷ്ഠത. അവൻ പകരം ഹല്ലേലൂയ ഒന്നും തന്നില്ലെങ്കിലും അവനെ മാത്രം പിന്തുടർന്നാണ്. ദാവീദിനോട് ചോദിക്കുക, സ്വന്തം ഭാര്യ നിന്ദിച്ചു, അവനെ അപമാനിച്ചു, അവൻ നാമെ തള്ളിക്കളഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു, നീകളെ ഹല്ലേലൂയ, നിന്റെ അപ്പൻ ചീട്ടിട്ട് നേടിയതാണ് അവസ്ഥ. ഹല്ലേലൂയ, നിന്റെ അപ്പനെ ആകെ 12 ഗോത്രങ്ങളിൽ നിന്ന് നറുക്കിട്ടിട്ട് ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പനാണ് നിന്റേത്. എന്നാൽ ഹല്ലേലൂയ, ചീട്ടിടാതെ ദൈവം നേരിട്ട് തിരഞ്ഞെടുത്തവനാണ്. എനിക്ക് വേണ്ടി ഒരു ചീട്ടുമിട്ടിട്ടില്ല. എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ടായിരുന്നു. എന്റെ സഹോദരന്മാർക്ക് വിലയില്ലാത്തവനായിരുന്നു. എന്റെ കുടുംബത്തിൽ എന്നെ അന്വേഷിക്കുന്ന
എന്റെ അകത്ത് ഒരു ബാലനായ എന്നിൽ ഒരു രാജാവിനെ കണ്ട എന്റെ ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. എനിക്ക് ദൈവത്തിരിക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് പകലിന്റെ അകത്ത് വെളിപ്പെടുന്നത്. ദൈവസ്നേഹം. ഹെരോദാവ് ഒരിക്കൽ സിംഹാസനത്തിലേക്ക് ഹെരോദ് രാജാവ് ചീതോനെ ആളുകൾക്ക് ഇവിടുന്ന് ഭക്ഷണം ശാപ്പാട് കിട്ടുന്നത് റേഷൻ കിട്ടുന്നത് അത് എന്തൊക്കെ തടസ്സം വന്നു. അവർ കാണാൻ റിപ്പോർട്ടാക്കി അവിടേക്ക് രാജാവിനെ കാണാൻ വന്നു. രാജാവ് നിന്റെ രാജസ്വസ്ത്രം ധരിച്ചിട്ടിരിക്കുക. ഇവരങ്ങ് പുകത്താൻ തോന്നി. ഇവരങ്ങോട്ട് ഒരൊറ്റ അടിയാണ്. ഒരൊറ്റ അടി കിട്ടുമെന്ന് എന്ത് ചെയ്തു? പുഴുത്ത് മരിച്ചു. മരിച്ചിട്ട് പുഴുവരും ഇല്ലേ? പുഴുത്ത് മരിക്കുന്നവരാ പുഴുവ. കേട്ടോ, ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടരുതേ. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? മരിച്ചിട്ട് പുഴുത്തോട്ടെ. പക്ഷേ മരിക്കണേറ്റ് പുഴുത്ത് ജീവിക്കാൻ, മരിക്കാൻ ഇടയാവാതിരിക്കാൻ നല്ലോണം ജീവിക്കണം. ഇതൊക്കെ എന്താണ് ഇവിടെ പറയുന്നു? മഹത്വം കരറ്റാകിയ നിങ്ങൾ കേട്ടനുസരിച്ച് അവർ മഹത്വം കരറ്റുവാൻ ശ്രദ്ധ വയ്ക്കാം. ഞാൻ ഇനി ഞാൻ നിങ്ങളുടെ മേൽ എന്തായിരിക്കും? ഒരിക്കൽ അനുഗ്രഹം അയച്ചതല്ലേ? ആ അനുഗ്രഹം അയച്ച് അതിനൊത്തവണ്ണം നന്ദിയും മഹത്വം ദൈവത്തിന് കരറ്റാൻ കഴിയാകിയാൽ ഞാൻ ശാപത്തെ അയച്ച് നിങ്ങളുടെ അനുഗ്രഹത്തെ അപ്പൊ അനുഗ്രഹത്തെ ദൈവം ശപിക്കുമോ? അനുഗ്രഹത്തെ ദൈവം ശപിക്കുമോ? കേട്ടോ, കാരണം ഒന്ന് ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട്, രണ്ട് ദൈവത്തെ മഹത്വം കരയറ്റാത്തത് കൊണ്ട്. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചില്ല ഭക്തന്മാർ. രണ്ട് അവർ എന്ത് ചെയ്തില്ല. ഇനി അപ്പോസ്തലൻ റോമലേഖനത്തിലേക്ക് വരാം. 19 ബാക്കി ഭാഗ്യം വായിച്ചു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്നുടെ ഭക്തിയോടെ നിന്നെ ആരാധിക്കും. എങ്ങനെ ആരാധിക്കും? ദൈവഭക്തിയോടെ. എവിടെ? നമുക്ക് പാട്ട് പാടുമ്പോൾ മാത്രമേ ഈ ഭക്തി വരൂ. ഒരനക്കം പറഞ്ഞെങ്കിൽ. ദൈവമക്കളെ, ചുരുക്കപക്ഷം എന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ച എന്റെ ദൈവമക്കളോട് ഞാൻ പറയാണ്, ഇതല്ല ആത്മീയത. ഇതല്ല ആത്മീയത. ഞാനും നിങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളും എല്ലാം നിത്യതയിൽ കാണാൻ അവരുടെ മുമ്പിൽ നമ്മൾ നാളനായി തീരുവാൻ, നമ്മുടെ അകത്തുള്ള പ്രവർത്തിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയായിട്ട് പ്രവർത്തിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അവേ നല്ല ചിന്ത ദൈവത്തോട് നന്ദിയുള്ളൊരു ജീവിതം നയിച്ചു കാണുമ്പോൾ നമ്മുടെ ജീവിതം പ്രസന്നമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗിക്കാൻ കഴിയും. ഇന്ന് നിങ്ങളെ കണ്ടിട്ട് ഒരാൾക്ക് യേശുവിനെ അറിയാൻ പറ്റും. ഞാൻ മക്കളോട് ഇന്നലെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഒരാൾക്ക് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കാൻ തോന്നുന്നു, താല്പര്യം തോന്നുമോ? തോന്നണം. കുറ്റം പറയല്ല, തോന്നണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശം. എങ്ങനെയാണ് നമ്മൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നത്? അസാധ്യമായത് എങ്ങനെയാ സാധ്യമാക്കുന്നത്? ഓക്കെ, ബിബ്ലിക്കലി അല്ല, പ്രാക്ടിക്കലി. ഞാൻ ചോദിക്കുന്നത് ബൈബിൾ പ്രകാരം ദൈവമാണ് സാധ്യമാക്കുന്നത്. പ്രാക്ടിക്കലി എങ്ങനെ കഴിയും? ഒരു പഴഞ്ചൊല്ലി ഞാൻ പറഞ്ഞ പുറത്ത് കയറും. നിത്യവ്യാസി ആനയെ പുറത്ത് കയറുന്നല്ല, ആനയെ കയ്യിൽ മുട്ടുന്നു. സാധിക്കുമോ? അത് സാധിക്കും. എങ്ങനെ? ആദ്യം ആനയുടെ തുമ്പികയും പിടിക്കാൻ പറ്റില്ല. ആന ബലം പിടിച്ചത് തുമ്പികയും പറ്റത്തില്ല. പക്ഷേ ഒരു ഡിസിഷൻ നിന്റെ അകത്തുണ്ട്. ഇഫ് യു ഹാവ് എ ഡിസിഷൻ, അവൻ അകത്തൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞില്ലായിരിക്കാം, ഒരു മാസം കൊണ്ട് കഴിഞ്ഞില്ലായിരിക്കാം, ഒരു വർഷം കൊണ്ട് കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ നിന്റെ അകത്തെ ലക്ഷ്യം കുറയാതെ നിന്നാൽ നീ പൊക്കും. അത് ആന പൊക്കുന്നതിനെ കുറിച്ച് അല്ലേ പറയുന്നത്, ഒരു മനുഷ്യന്റെ സ്ഥിരോത്സാഹത്തെ കുറിച്ച്. അപ്പച്ചമാര് നമ്മളെ പഠിപ്പിച്ചതല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിചാരിച്ചു എന്റെ ആത്മിക ജീവിതം എനിക്ക് കേടുപെടുത്തുന്നത്, ഇതെനിക്ക് മുന്നോട്ട് പോയാൽ എനിക്ക് കർത്താവിലേക്ക് എത്താൻ കഴിയില്ല. നാളെ ഞാൻ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നിങ്ങൾ തീരുമാനിക്കുന്നു. ആ തീരുമാനം കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് സമർപ്പിക്കുക. നിന്റെ വഴിയെ ഭൗമിക ബലമേൽപ്പിക്കുക. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചത് നിങ്ങൾ അത് പ്രാർത്ഥിച്ചു. അവൻ 5 മണിക്ക് ദൈവം, നിങ്ങളിപ്പോ ദൈവം എഴുന്നേൽപ്പിക്കും കേട്ടോ. 5 മണിക്ക് ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ബയോളജി നമ്മുടെ അകത്ത് ക്ലോക്ക് ഉണ്ടല്ലോ. ഈ ക്ലോക്കല്ല, ഇത് കേട്ടൊന്നും വേണ്ട, ചാവുമ്പോ തടയുള്ളൂ.
നിങ്ങൾ കോഴി കൂക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ടുണ്ട്? ആര് കേൾക്കുന്നില്ല? കോഴി തന്നെ ഇല്ല, പിന്നെ കോഴിയുടെ ശബ്ദം കേൾക്കുന്നത്. കോഴി ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചു, നമ്മുടെ വീട്ടിലില്ലെങ്കിലും കോഴികൾ കൂക്കുന്ന ഒരു സെക്കൻഡ് വ്യത്യാസം ഉണ്ടാവും. കാക്ക കരയുന്നതിനെ അത് കേൾക്കാലോ വീട്ടു വളർത്തിലും. നിങ്ങൾ നോക്ക്, അധ്വാനിക്ക്. കാക്ക കരയുന്ന മിനിറ്റിനുള്ള വ്യത്യാസം വരുമോ? ഇല്ല, കൃത്യസമയത്ത്. പ്രഭാതങ്ങളിൽ പാട്ടുണ്ട്, പക്ഷികളോ നാം നേടുന്നു കൂകിടുന്നു രാവിലെ, പക്ഷികളോ നാം നേടുന്നു കൂകിടുന്നു രാവിലെ, അക്ഷയാദേവാസ്തുതികൾ ചെയ്തിടുന്നു ശാന്തമായി, അക്ഷയാദേവാസ്തുതികൾ ചെയ്തിടുന്നു ശാന്തമായി. പുഷ്പമൊക്കെ യുംവിടർന്നു നിന്നിടുന്നു രാവിലെ, പുഷ്പമൊക്കെ യുംവിടർന്നു നിന്നിടുന്നു രാവിലെ, തൽപരനെ വാഴ്ത്തിടുവാൻ എത്രയും നൽ ഭംഗിയായി, തൽപരനെ വാഴ്ത്തിടുവാൻ എത്രയും നൽ ഭംഗിയായി. എൻ മനമേ നീ ഉണർന്നു രാവിലെ, എൻ മനമേ നീ ഉണർന്നു രാവിലെ. ഇന്ന് പകൽ അവർക്കൊക്കെ അറിയാം, നമുക്കും പറ്റും. നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് തീരുമാനിച്ചു, ദൈവം നിങ്ങളെ വിളിച്ചുണർത്തും. ഈ ക്ലോക്ക് അലറടിക്കും, മറ്റേ ക്ലോക്കൊന്നും വേണ്ട, ഇതടിക്കും. നമ്മൾ എഴുന്നേൽക്കും. പക്ഷേ ക്ഷീണം കാരണം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ വലിയ മടിയല്ല നമുക്ക്. അപ്പൊ ചില വിചാരിക്കും ഭയങ്കര ക്ഷീണം, എഴുന്നേൽക്കാൻ പറ്റും. ഒരു തുള്ളി ഒരു കോപ്പം വെള്ളത്ത് വെച്ച് നോക്കിയ രാത്രി എഴുതുമ്പോൾ അത് മുഖത്തേക്കത്ത് അടിച്ച് നോക്കിയാൽ തന്നാവുന്ന സമയം അത് നമ്മളെത്തുന്നു. അപ്പൊ നമ്മളത് കരുതും, നേരം വെളുത്തു, അയ്യോ ദൈവമേ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും വിചാരിച്ചു, സാധിച്ചില്ല, സോറി കർത്താവേ, ഞാൻ നാളെ മതി. നാളെ എന്ത് ചെയ്യും? ഉണരും. പിശാച് പറയും അപ്പുറത്ത്, നിനക്ക് കൂട്ടി പറ്റില്ല, കേക്കല്ലേ, പിശാചിന്റെ ശബ്ദം കേക്കല്ലേ, കൃപ തരുന്ന ദൈവത്തെ കേൾക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ശ്രമിക്കേ. പിന്നീട് ആരും ഉണർത്തണ്ട, 5 മണിക്ക് ഉണർന്നിരിക്കും. നിങ്ങൾ ഒരു ക്ഷീണമില്ല. പലരും പറയും ക്ഷീണാണ്, രോഗം, കഷ്ടം. അല്ല, തീരുമാനമുണ്ടോ അതിനെ ജയിക്കാനുള്ള ആരോഗ്യം ദൈവം തരും. അപ്പൊ നമുക്ക് എന്താ ഇല്ലാത്തത്? തീരുമാനമില്ല. ദൈവം ഏൽപ്പിച്ച, എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എന്നെ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യാം? അപ്പൊ തമ്പരാനും ഇവിടെ വിളിച്ചേൽപ്പിച്ച് വലിയേൽപ്പിക്കലൊക്കെ തമ്പരാനും തരും. അതാരെ ചെയ്യുന്നത്? വലിയ തേൽപ്പിക്കലും അണിപ്പിക്കലും ഡ്രസ് മാറ്റക്കലൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അതാർക്കാ? ഇതിന്റെ അകത്തുണ്ട്. ഈ റോമലേഖനത്തിൽ തന്നെ വാക്യമുണ്ട്, അവർ മൂഢരായി പോയി. അവരെന്ത് ചെയ്തു? മൂഢരായി പോയി. മൂഢർ എന്നുള്ള വാക്കിനെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശരിയായ പദം ഞാൻ ഉപയോഗിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇഡിയറ്റ്സ് എന്നാണ്. ഇഡിയറ്റ്സ്. നമ്മൾ ചിലർക്ക് ദേഷ്യമല്ല, അവർ ഇഡിയറ്റ് എന്ന് പറയില്ലേ. ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്ര മോശമുള്ള വാക്കൊന്നുമല്ല, ഒരു രോഗാവസ്ഥയാണ്. എന്താണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറയാം. മനുഷ്യരെ പല കാറ്റഗറിയെ ബുദ്ധിയുടെ പ്രവർത്തനം IQ എന്ന് പറയും. IQ എന്ന് പറഞ്ഞിട്ടുണ്ട്. 100ന്റെ മീതെ IQ ഉള്ളവരെ അതിബുദ്ധിമാന്മാരാണ്, ശാസ്ത്രജ്ഞന്മാരൊക്കെ വർഗത്തിൽ പെടുന്നവരാണ്. നമ്മുടെ ഇതൊക്കെ ഒരു 90-100-നുള്ളിലാണ്, ഒരു ഏവറേജ് മനുഷ്യനാണ്. അത് കഴിഞ്ഞ് വേറൊരു കൂട്ടരുണ്ട്, ഹല്ലേലൂയ, അവരുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 50-ന് കീഴെ പോകുന്ന ചിലരുണ്ട്, 50-ന് താഴേക്ക് പോകുന്ന. അവരെ വിളിക്കുന്ന പേരാണ് ഇഡിയറ്റ്സ്. എന്ന് പറഞ്ഞാൽ അമ്മ പോണം, മോനെ അല്ലെങ്കിൽ മോളെ എഴുന്നേക്കടേ, നേരം കൊടുത്തു, സ്കൂളിൽ പോകാറായി, പോവാ, ഓക്കെ, അവർ ഇരുന്നു. അമ്മ പറഞ്ഞു എഴുന്നേറ്റില്ല. അപ്പൊ അമ്മ നോക്കിയപ്പോ പുറത്തൊക്കെ മത്സ്യം. അമ്മ വിചാരിച്ചിരുന്ന കുട്ടി എഴുന്നേറ്റു. പക്ഷെ കുട്ടിയോട് എഴുന്നേക്കാൻ പറഞ്ഞില്ല, കുട്ടി അവിടെ ഇരിക്കുന്നു. കുട്ടി അവിടെ തന്നെ ഇരിക്കും. അപ്പൊ അമ്മ മോളെ നീ എഴുന്നേറ്റില്ലേ? അപ്പൊ എഴുന്നേറ്റു. മോളെ വായ എഴുന്നേറ്റു. അപ്പൊ വന്നു, അവിടെ എഴുന്നേറ്റ് അവിടെ വെക്കും. മോളെ പല്ല് തേക്ക്. അപ്പൊ അമ്മ പേസ്റ്റ് എടുത്തു, ബ്രഷ് എടുത്തു, പേസ്റ്റ് എടുത്തു, വായിലെടുത്തു കൊടുത്തു. അത് വായിൽ വെച്ചിട്ട് കുട്ടിയോട്. അപ്പൊ അമ്മ മോളെ എങ്ങനെയാക്കടി? അപ്പൊ അവൾ പല്ല് തേച്ചു. ആ പല്ലിനെ കുറിച്ച് നോക്കി
തുപ്പാൻ പറഞ്ഞാൽ തുപ്പും. അത് കഴിഞ്ഞാൽ വായ വെള്ളം ഒഴിച്ചാൽ അങ്ങ് തണുത്ത് കൊടുക്കും. വെള്ളം കുടിക്കാൻ വേണ്ടോ അമ്മ പറയുമ്പോൾ തുപ്പ് അങ്ങനെ വെച്ചു. അങ്ങനെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും തിരിച്ചറിയാതെ കുഞ്ഞ് ആ ഐക്യു അത്ര കുറഞ്ഞ ആളുകളുടെ പേരാണ് മൂഢന്മാർ. അല്ലെങ്കിൽ ദൈവമില്ലെന്ന് പറഞ്ഞവർ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ദൈവമില്ലെന്ന് പറഞ്ഞവർ ഏത് കാറ്റഗറിയില്ല? ദൈവമില്ലെന്ന് ആരാ പറയാ? അവരെ സ്വഭാവം മനസ്സിലായോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് മറ്റുള്ളവരുടെ വേദന അറിയും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ എൻ്റെ വീട്ടിലേക്ക് ഒരു കുട്ടി വന്നിട്ട് ഓട്ടിയൊന്ന് വന്നു ഒരുമിച്ചത് എന്തൊരു നല്ല ജീവൻ പോയി. ഞാൻ പറഞ്ഞു മോനെ വിടാ പറഞ്ഞു. അപ്പം വിട്ടു. അപ്പൊ അവിടെ അപ്പൊ അവൻ നോക്കുക ഇവിടെ വല്ലുണ്ടെന്ന്. ഞാൻ അങ്ങനെ കുറച്ച് സാഹചര്യം അപ്പൊ ഒറ്റ കാണും. മറ്റൊരുത്തൊരു വേദന അറിയില്ല. അവനറിയില്ല കേട്ടോ, കുട്ടിയുടെ കുറ്റമല്ലത്. അവന് അതിനുള്ള തിരിച്ചറിയാനുള്ള ഗ്രാഹ്യമില്ല. ഇതേപോലെയാണ് ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നത്. വകതിരിപ്പില്ലാതെ, ചെയ്യേണ്ടതെന്നറിയാതെ, ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തിട്ടും ദൈവത്തെ അപമാനിക്കുന്ന കൂട്ടരാണവർ. അവർ എന്ത് ചെയ്തു? ജ്ഞാനികൾ എന്ന് പറഞ്ഞ അവർ മൂഢരായി പോയി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തെ സമയവേഗം ഓടിപ്പോകാണ്. അക്ഷയനായ ദൈവത്തെ ജയമുള്ള മനുഷ്യൻ, മൃഗജാതി, ഇഴജാതി, ആമേൻ, അതുപോലെയുള്ള പക്ഷിമൃഗാദികൾക്ക് വർഷങ്ങൾക്ക് തുല്യമാക്കി അവർ മാറ്റി. അവരുടെ നേരെ ദൈവകോപം വെളിപ്പെടും. നമുക്ക് സ്വാഭാവികമായിട്ടൊരു കാര്യമുണ്ട്, ദൈവം കോപിക്കൂ. കോപിക്കാൻ പാടുമോ? അതുകൂടെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം കോപിക്കൂ. ചില ആളുകൾ പറഞ്ഞത് ദൈവം ആരാണ്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ സ്വഭാവം ഏതാ? ഗോഡ് ഈസ് ലവ്. പിള്ളേരൊക്കെ പുസ്തകത്തിലേക്കും ഗോഡ് ഈസ് ലവ്, ദൈവസ്നേഹമാണ്. ചിലർക്ക് ആവേശം മൂത്തിട്ട് ലവ് ഈസ് ഗോഡ് എന്ന് വെക്കും. മനസ്സിലായ മക്കള്? മക്കള് നിങ്ങളൊന്നും എഴുതല്ലേ? ദൈവസ്നേഹമാണ്, പക്ഷെ സ്നേഹം ദൈവമല്ല. God is love, but not love is not God. അത് എന്റെ കുട്ടികൾ തിരിച്ചറിഞ്ഞോ? ദൈവസ്നേഹമാണ്. അതാണ് ദൈവത്തിലുള്ള ഈ സ്വഭാവത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അവർ ദഹിപ്പിക്കുന്ന അഗ്നി കണ്ടു കേട്ടിട്ടുണ്ടോ? അത് നമുക്ക് ഇഷ്ടമല്ല കേൾക്കാൻ. ദൈവം കോപിക്കും. ദൈവം കോപിച്ചത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു. അവൻ നോഹയുടെ കാലഘട്ടത്തിലുള്ള ദൈവകോപം, ലോകത്തിന്റെ കാലഘട്ടത്തിലുള്ള ദൈവകോപം. എപ്രകാരമാണ് ഈ ലോകത്തിൽ ദൈവത്തിന്റെ കോപം മുകളിൽ സ്വർഗത്തിൽ വെളിപ്പെട്ടത് നമ്മൾ കണ്ടു. അപ്പൊ ഇനി ന്യായമായി കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിക്കാത്ത കാര്യമാണ് ദൈവം കോപിക്കുമോ? 10 സുവിശേഷം 5:22 വായിച്ച വേഗം 2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ കോപിച്ചാൽ എന്ത് ചെയ്യും? ന്യായവിധിക്കും. അത് വായിക്കേണ്ട ഗലാത്യർ 5:20. സഹോദരനെ വായിക്കുന്നവനാരാണ്? കൊലപാതകനാണ്. കൊലപാതകം അല്ലെങ്കിൽ കോപം ഒരു ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് ദൈവനീതി നിവർത്തിക്കുന്നതില്ല. 5:20 വാക്യം വായിക്കണ്ട. പക, പിണക്കം, ലിസ്റ്റ് പറയുന്നത് മുഴുവൻ വായിച്ചു തരില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ദൈവ സ്വഭാവത്തിൽ വരൂ. ദൈവം കോപിക്കുമ്പോ ഇതൊക്കെ ദൈവത്തിൽ ഉണ്ടാവണ്ടേ? അപ്പൊ ദൈവം കോപിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കാ വലിയ വ്യത്യാസം ഉണ്ടോ കർത്താവിന്? എന്താ ദൈവം കോപിക്കാന്ന് പറഞ്ഞാൽ? ഇനി ഞാൻ അത് വേണ്ട. ദൈവത്തിന്റെ കോപവും നമ്മുടെ കോപവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതൊന്ന് മനസ്സിലാക്കാൻ പറ്റട്ടെ. എനിക്കറിയാം കോപിക്കട്ട. ഞാൻ പറയാം. കാരണം ഞാൻ 2 ദിവസം ആലോചിച്ചിട്ടാ അതിന്റെ ഒരു ഡെഫിനിഷൻ കണ്ടെത്തിയത്. ഇന്നലെ ഞാൻ മോനോട് പറഞ്ഞു, ഈ ഉത്തരം കണ്ടിട്ട് ഇന്ന് കിടക്കുന്നു. ഒരുപാട് രാത്രി ഇരുന്ന് ഞാൻ പറഞ്ഞു, ദൈവ കോപവും മനുഷ്യന്റെ കോപവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എപ്പോഴൊക്കെ കോപം വരിക? നമുക്ക് കോപം വരുന്നത് എങ്ങനെയാ? എനിക്ക് പറഞ്ഞ ഞാൻ പറയാം, നിങ്ങൾ പിന്നെ കോപിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം. അസൂയ വരുമ്പോൾ എന്നെക്കാളും നിങ്ങൾ ഇപ്പൊ ടോണിസോട് ഞാൻ ഇവിടെ പ്രസംഗിക്കാം. ടോണിസോട് കേറിട്ട് എന്നൊക്കെ നന്നാ പ്രസംഗിക്കും. അപ്പൊ എനിക്ക് ഒരു അസുഖം ഒരു പക അല്ലെങ്കിൽ ടോണിസോറിനൊന്ന് ഒന്നുമില്ലാതെ കാണിക്കണം. ഒരു ചിന്ത വരിക.
ഇങ്ങനെ പലത്, അസൂയ, അടക്കം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അതുപോലെ തന്നെ ഏറ്റവും വലിയ അത് നമ്മൾ ഇപ്പൊ ഞാൻ പറയാണ്, തോണിസ്റ്റോറിനോട് പറയാണ്, പാസ്റ്റർ പ്രസംഗിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കേണ്ട മറുപടി? എനിക്ക് നല്ല സന്തോഷം, സഹോദര, നല്ല കോംപ്ലിമെന്റ് എന്ന് ഞാൻ പറയൂ? ഇല്ല. അതെന്റെ ഉള്ളിൽ എന്തുണ്ടാകും? മനുഷ്യനായതുകൊണ്ട് എന്റെ മനുഷ്യ സ്വഭാവത്തിൽ കോപം വരും. അപ്പൊ മനുഷ്യന്റെ കോപം എന്നുള്ളത് അവന്റെ ജഗത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പ്രക്രിയ, അസൂയ കൊണ്ടും ഭിന്നത കൊണ്ടും അസുഖം കൊണ്ടും. പക്ഷെ ദൈവത്തിന്റെ കോപം എങ്ങനെ? നമ്മുടെ കോപവും ദൈവത്തിന്റെ കോപവും വ്യത്യസ്തമായിരിക്കുന്നു. അതൊക്കെ ശരിയാണ്. ദൈവത്തിന്റെ കോപം നമ്മൾ ഈ കോപത്തിന്റെ ഈ ക്യാരക്ടേഴ്സിന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വാക്ക് പറയാം, എ റൈറ്റ്വസ് റിയാക്ഷൻ എഗെയിൻസ്റ്റ് ദ ഈവിൾ എന്ന് പറഞ്ഞാൽ തിന്മയോടുള്ള സ്വാഭാവിക പ്രതികരണം. അവിടെ ഇമോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റ് ഇമോഷൻ ഇല്ല, നമ്മോട് അസൂയില്ല, നമ്മോട് പിണക്കമില്ല, നമ്മോട് വൈരാഗ്യമില്ല. ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിന്റെ നീതി അകന്ന് ജീവിക്കുന്നവരോടുള്ള ദൈവം നീതി സിംഹാസനത്തിന്റെ നീതിയും ന്യായവും സിംഹാസനത്തെ അടിസ്ഥാനത്ത് ഇരിക്കുന്ന ദൈവം, അവൻ ആ ദൈവത്തിന് ഈ ലോകത്തിന്റെ പ്രമാണ വിരുദ്ധമായി ഇതിനോട് കാണിക്കുന്ന സ്വാഭാവിക പ്രതികരണമാണ് ദൈവകോപം. നമ്മുടേതോ വേറൊരുത്തിനുള്ള പടക്കത്തിൽ. അവൻ ദൈവം ന്യായവിധി നടത്തുന്നവനാണെന്നുള്ളതാണ്. അവൻ ശിംശോനുള്ള ബന്ധത്തിലും ദാവീദിനോടുള്ള ബന്ധത്തിലും യോനിയോടുള്ള ബന്ധത്തിലും ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് നമുക്ക് കാണാം. ദൈവ കോപത്തിനും ദൈവ ന്യായവിധിക്കും മുഖപക്ഷമില്ല. അവൻ സോഫ്റ്റ് കോർണർ ഇല്ല, എല്ലാവർക്കും ഇല്ല. നമുക്കാണെങ്കിൽ നമുക്കൊരു പക്ഷമില്ലേ? നമുക്കൊരു ഉള്ളിലൊരു പക്ഷമില്ലേ? സമയങ്ങൾ അമ്മ അല്പം കയറിപ്പോയി, ഞാൻ ഇവിടെ നിർത്തുക. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചു വിടാം. 19-20 വാക്യമുണ്ട്. 20 മുതൽ 22 വരെ വായിച്ചേക്ക്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നോക്കി കണ്ടു. എന്താണ് സത്യത്തെ തടുക്കുന്നവർ? അവർ അനീതി എന്താണെന്ന് ഇവിടെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ തരുന്ന നിങ്ങളുടെ നോട്ട്സിൽ, അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ മനസ്സിലാക്കുക, നമ്മുടെ ദൈവം തിന്മയോട് പ്രതികരിക്കുന്നവനാണ്. ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താത്തതിന് പേർ സ്വർഗത്തിൽ ദൈവകോപം വെളിപ്പെടും. ഹൈന്ദവ ദൈവങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹൈന്ദവ ദൈവത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ഹൈന്ദവ സമുദായത്തിലുള്ളവരാരും ഇല്ലല്ലോ. ഞാൻ പറയാം, അവരുടെ ദൈവം നിർഗുണബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ല. ചിരിക്കാനും കഴിയില്ല, കരയാനും കഴിയില്ല, നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല. ആ ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് ഒരാൾ പറയും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സങ്കടം കണ്ണീര് വെച്ചാൽ അങ്ങനെ അതുപോലെ കുത്തിക്കൊണ്ടിരിക്കും. ഹിന്ദു ധർമ്മം അത് കല്ലിൽ വിഗ്രഹത്തിലല്ല പറഞ്ഞത്. അവർ ദൈവം അവർ പഠിപ്പിച്ചത് നിർഗുണബ്രഹ്മനാണ്, ഒരു ഗുണവും പ്രതികരണ വികാരങ്ങളില്ലാത്ത. എന്നാൽ നമ്മുടെ കർത്താവ് അതല്ല. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്നവൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നവൻ, അവസരോട് കാന്തത കാണിക്കുന്നവൻ. കുളവിൽ ദൂതന് പോലും അവനെ കണ്ടില്ല. 38 കൊല്ലം ഒരു മനുഷ്യൻ കുളത്തിന്റെ കല്ലിന്മേൽ കടന്നിട്ടും എല്ലാ വർഷവും 3 പ്രാവശ്യമെങ്കിലും മിനിമം വരുന്ന ദൂതൻ അവനെ നോക്കിയില്ല. ദൂതൻ വന്ന കാര്യം ചെയ്തത് തിരിച്ചുപോയി. ഇവന്റെ ദുഃഖം വിഷയമല്ല. പക്ഷേ യേശു വന്നു, ആ 38 കിടക്കുന്നെന്ന് അറിഞ്ഞു. അവന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവനോട് കരുണ കാണിച്ചു. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാ, നമ്മുടെ ദൈവം ജീവിക്കുന്നവനാ. ആ ജീവിക്കുന്ന ദൈവമായി നമുക്കൊരു സജീവ ബന്ധമുണ്ട്. ആ ജീവിക്കുന്ന ദൈവമായി നമുക്കൊരു ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആ നല്ല ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. റോമീപത്രങ്ങൾ അദ്ദേഹം നിങ്ങൾ അനുഗ്രഹിക്കും. വരുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ റോമാലേഖനത്തിന്റെ അടുത്ത ദിവസങ്ങൾ തൊട്ട് അതിന്റെ 23 മുതലുള്ള ആ പാരഗ്രാഫ് തുടർച്ചയായിട്ട് വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല. പഠിപ്പിക്കാൻ എനിക്ക് തന്നെ, ഞാനും 5-6 പ്രാവശ്യം വായിച്ചാൽ എനിക്ക് തന്നെ എന്തെങ്കിലും കയറുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ തന്നെ. അതുകൊണ്ടായിരിക്കും